കൊടുത്തുള്ളൂ 100 വീടിന്. അപ്പൊ 20 ലക്ഷമായിട്ടാണ് നമുക്ക് ഇതിനെ കണക്കാക്കാൻ പറ്റുക. പിന്നെ 20 ലക്ഷത്തിന് ഇതുപോലെ സ്ട്രക്ചർ വെച്ചിട്ടുള്ള ഒരു വീട് സാധാരണ ഒരു വീടല്ലത്. ഏറ്റവും അടിയിലേക്ക് താഴ്ത്തി അവിടെ വലിയ രീതിയിൽ ഫൂട്ടിങ് നടത്തി വലിയ വീതിയിലുള്ള 90 സെന്റിമീറ്റർ ഉൾപ്പെടെ വീതിയിലുള്ള പില്ലറുകൾ വെച്ച് അത് അത്തരം 9 കോളങ്ങളുണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ വെച്ച് പ്ലിന്ത് ബീമും അതേപോലെ സൈസിൽ വെച്ച് ഭൂമി കുലുങ്ങിയാൽ പോലും തകരാത്ത രീതിയിലുള്ളൊരു മാതൃകയിലൊരു വീട് ആണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ചെയ്യുന്നത്. അപ്പോ ഈ വീടും ഇതിന് ചുറ്റുമതിലും അതുപോലെ തന്നെ ഗേറ്റും ഇതിന്റെ ഇന്റീരിയർ ഉൾപ്പെടെ ഇപ്പോ കിച്ചണിലൊക്കെ പോയി നോക്കിയാൽ കാണാം അതിന്റെ കബോർഡുകളുണ്ട്. ബെഡ്റൂമിലും കബോർഡുകൾ ഇനി വരാനുണ്ട്. കിച്ചണിൽ ഇനിയും അഡീഷണൽ മേലെ തട്ട് വേറെയും വരാനുണ്ട്. ഇതെല്ലാം ഉൾപ്പെട്ട് ഗേറ്റ് ഉൾപ്പെടെ ഇന്റർലോക്ക് ഉൾപ്പെടെ ഈ 20 ലക്ഷത്തിന് ഇത് ധാരാളമാണെന്ന് എനിക്ക് എന്റെ ഒരു വിലയിരുത്തൽ. ഞാൻ ഈ കൺസ്ട്രക്ഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് കുറെ വർഷങ്ങളായിട്ട്. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ 20 ലക്ഷം ഇത് കൂടുതലല്ല. പിന്നെ വേറെ ഒരു വീട് പിന്നെ ഒരു സംഘടന ചെയ്തു കൊടുത്ത് അതും അതിലൊരു 15 ലക്ഷം രൂപയ്ക്ക് തീർത്തു എന്ന് പറഞ്ഞിട്ട് അതും ഈ വീടും വെച്ച് കമ്പയർ ചെയ്തിട്ടാണ് ഈ ഒരു ചർച്ച വല്ലാതെ നടക്കുന്നത്. അപ്പോൾ ആ വീട്ടില് ഇത്തരം രീതിയിൽ ഞാൻ തന്നെ ഫേസ്ബുക്കിൽ അതിനൊരു മറുപടി ആയിട്ടൊരു പിന്നെ വെല്ലുവിളി നടത്തിയിട്ടുണ്ട്. ഈ രീതിയിൽ പില്ലറുകളും ബീമുകളും പിന്നെ ഈ 1000 സ്ക്വയർ ഫീറ്റിൽ ഇന്റീരിയറും ഉൾപ്പെടെ 1000 സ്ക്വയർ ഫീറ്റ് ചുറ്റുമതിലും ഗേറ്റും ഇന്റർലോക്കും ഉൾപ്പെടെ ആ വീട്ടിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ ടൗൺഷിപ്പിൽ വീടുണ്ട്. എനിക്ക് കിട്ടുന്ന വീട് ഞാൻ ഫ്രീ ആയി കൊടുക്കാമെന്ന് ഞാൻ വെല്ലുവിളിച്ചിട്ടുണ്ട്. വെല്ലുവിളി ഇതുവരെ ആളുകൾ സ്വീകരിച്ചിട്ടില്ല, സ്വീകരിക്കാൻ കഴിയില്ല. കാരണം ഇതുപോലെ പിന്നെ സ്ട്രക്ചർ വെച്ചിട്ടുള്ള ഒരു വീട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അനുജ, ഇതാണ്